സ്മൈലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് LDC എക്സാം സ്പെഷ്യൽ മോക്ക് ടെസ്റ്റ് ആണ്. 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമന്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എന്താണ് ഡാൾട്ടനിസം? ഡാൾട്ടനിസം എന്താണ്? നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ. നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. നെപ്പോളിയൻ ചക്രവർത്തിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര്? നെപ്പോളിയൻ ചക്രവർത്തിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ആണ്. ഓപ്ഷൻ ഡി, ടിപ്പു സുൽത്താൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? നാറ്റോവുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്നു. 1949 ഇത് സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. നാറ്റോവുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ബന്ധം ഇല്ലാത്തത്. ഇതിന്റെ ആസ്ഥാനം ജനീവ എന്ന് പറഞ്ഞിരിക്കുന്നു. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ബ്രസൽസ്. അതുപോലെ 4മത്തേതും ബന്ധം ഇല്ലാത്തത്. നാറ്റോ സ്ഥാപിതമായ വർഷം ഏതാണ്? 1949 നാറ്റോയിൽ അവസാനമായി ചേർന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സ്മാരക നാണയം ആരുടേതായിരുന്നു? ഇന്ത്യയിൽ പുറത്തിറക്കിയ ആദ്യത്തെ സ്മാരക നാണയം ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത ആര്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. ഓപ്ഷൻ സി, ജഹനാര ഷാനവാസ്. ജഹനാര ഷാനവാസ് ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? സിംഹവാലൻ കുരങ്ങ്. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങൾ. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉൽപ്രേരകങ്ങൾ. അടുത്ത ചോദ്യം, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ ആണ്. ഓപ്ഷൻ സി, ന്യൂറോൺ. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? സമപ്രവേഗമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സമപ്രവേഗം. ഓപ്ഷൻ സി, സമപ്രവേഗം. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്ന ദർപ്പണം. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ആണ്. കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ്. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. അദീർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അദീർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അന്തരിച്ച വർഷം 1988 ജനുവരി 20 ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ഭാരതരത്ന ലഭിച്ചത് 1987. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്.
എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബഹദൂർ ഷാ രണ്ടാമൻ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമൻ. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം? കേരളത്തിലെ ചിറാപുഞ്ചി ലക്കിടിയാണ്. വയനാട് ജില്ലയിൽ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആര്? AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. ലോക ഹീമോഫീലിയ ദിനം? ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം എന്നാണ്. ഏപ്രിൽ മാസം 17 തീയതി. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം? വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇന്ത്യ വിഭജനം പ്രമേയമാക്കി പമേല റോക്സ് സംവിധാനം ചെയ്ത ചിത്രം? ഇന്ത്യ വിഭജനം പ്രമേയമാക്കി പമേല റോക്സ് സംവിധാനം ചെയ്ത ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഓപ്ഷൻ ഡി, ട്രെയിൻ ടു പാകിസ്ഥാൻ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത്? കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. ബോധേശ്വരൻ. ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ? ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ ആര്? രാജ കേശവദാസനാണ്. രാജ കേശവദാസനാണ് ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം? കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവം വൈദ്യുതി സമരമാണ്. ഓപ്ഷൻ സി, വൈദ്യുതി സമരം. ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിച്ച സംഭവമാണ് വൈദ്യുതി സമരം. പഴശ്ശി സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? പഴശ്ശി സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ്. മട്ടന്നൂർ. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഡോബറൈനർ ആണ്. ഓപ്ഷൻ സി, ഡോബറൈനർ. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? ഓപ്ഷൻ സി ആണ് ഉത്തരം. ചൊവ്വ. സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാക്കുന്ന വീക്കം? സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാക്കുന്ന വീക്കമാണ് ഗൗട്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗൗട്ട്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ MV റാണി പത്മിനിയാണ്. ഓപ്ഷൻ ബി, MV റാണി പത്മിനി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. കൊച്ചിയിലെ അവസാനത്തെ രാജാവ്? കൊച്ചിയിലെ അവസാനത്തെ രാജാവ് പരീക്ഷിത് തമ്പുരാൻ. ഓപ്ഷൻ എ, പരീക്ഷിത് തമ്പുരാൻ. താഴെ പറയുന്നവയിൽ ഉത്പാദനം കാണിക്കാത്ത വസ്തു? ഉത്പാദനം കാണിക്കാത്ത വസ്തു. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അയഡിൻ, കർപ്പൂരം, അമോണിയം ക്ലോറൈഡ്, കറിയുപ്പ് എന്നിവയാണ്. ഉത്പാദനം കാണിക്കാത്ത വസ്തു ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കറിയുപ്പ്. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് ഫാക്ടറി നാട്ടുകാർ ആക്രമിച്ച വർഷം ഏതാണ്? അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് ഫാക്ടറി നാട്ടുകാർ ആക്രമിച്ച വർഷം
1697 ആണ്, 1697. കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ജില്ല രൂപവത്കൃതമായ വർഷം, ഏറ്റവും ഒടുവിൽ. ഓപ്ഷൻ സി 1984. ഓപ്ഷൻ സി 1984. ഏത് ജില്ലയാണ് എന്ന് കമന്റ് ചെയ്യുക. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ സമിതി ഏത്? പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ സമിതി കസ്തൂരി രംഗൻ സമിതിയാണ്. ഓപ്ഷൻ ബി കസ്തൂരി രംഗൻ സമിതി. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യൻ ദൗത്യം ഏത്? മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യം ഗഗൻയാനാണ്. ഓപ്ഷൻ സി ഗഗൻയാൻ. ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റാംസാർ സൈറ്റാണ് നാഥൂർ മദ്മേശ്വർ? ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റാംസാർ സൈറ്റാണ് നാഥൂർ മദ്മേശ്വർ? ഓപ്ഷൻ എ ആണ് ഉത്തരം. മഹാരാഷ്ട്രയിലേതാണ്. ഓപ്ഷൻ എ മഹാരാഷ്ട്ര. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. 1919. ദിവസം ഏതാണ് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മാസ്റ്റർ ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേജസ് പച്ചമുളകാണ്. ഓപ്ഷൻ സി പച്ചമുളക്. സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ്? സിക്കിൾ സെൽ അനീമിയ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ജില്ല വയനാടാണ്. ഓപ്ഷൻ എ വയനാട്. 86ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 86ാമത്തെ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം 21A ആണ്. ഓപ്ഷൻ എ അനുച്ഛേദം 21A. ഭേദഗതി ഓർത്തുവെക്കണം. അടുത്ത ചോദ്യം, ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നതിൽ ഏത് ചക്രത്തെ ബാധിക്കുന്നു? ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നതിൽ ഏത് ചക്രത്തെ ബാധിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാർബൺ ചക്രത്തെയാണ്. ഓപ്ഷൻ ഡി കാർബൺ ചക്രം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2. ഓപ്ഷൻ സി. 1933 ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. ഏത് വർഷമാണ്? 1933. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ഓപ്ഷൻ ബി KP ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിനാണ്? എറിത്രോസിൻ ചേർക്കുന്നത് ചുവപ്പ് നിറം നൽകാനാണ്. ചുവപ്പ് നിറം നൽകാനാണ് എറിത്രോസിൻ ചേർക്കുന്നത്. എറിത്രോസിൻ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം. ഓപ്ഷൻസ്: പൗരത്വം, ക്രമസമാധാനം, ആസൂത്രണം, ജലസംരക്ഷണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആസൂത്രണമാണ്. ആസൂത്രണം. അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ അളവ്. അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ അളവ് 0.93%. 0.93%. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായിട്ടുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിപ്പബ്ലിക്. ഓപ്ഷൻ ബി റിപ്പബ്ലിക്. ഇന്ത്യ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച നൈക് അപ്പാച്ചെ റോക്കറ്റ് ലഭിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ്? ഇന്ത്യ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച നൈക് അപ്പാച്ചെ റോക്കറ്റ്
ലഭിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ്? USA ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, USA. തിസ്ത, ഫെനി എന്നീ നദികളിലെ ജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത് ഏത് രാജ്യവുമായിട്ടാണ്? ഏതൊക്കെ നദികളുടേതാണ്? തീസ്തയും ഫെനിയും എന്നീ നദികളുടെ ജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത് ഏത് രാജ്യവുമായിട്ടാണ്? ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ്. അമ്ലത്തിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം. അമ്ലത്തിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. അലൂമിനിയം. അവസാനത്തെ ചോദ്യം, ഓറം എന്ന പേര് ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓറം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സ്വർണമാണ്. സ്വർണം. 50 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.